ഹലോ ഗായ്സ്, വെൽക്കം ടു വീൽസ് ഓൺ. സോ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷനിൽ ഇതാദ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. ഹെൽമെറ്റഡ് സ്പോട്ടക്കൽ, അതേപോലെ തന്നെ DC മോട്ടോ ബൈക്സ്, ഈ രണ്ട് ബ്രാൻഡിൻ്റെയും ടൈറ്റിലിൽ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇതിനു മുമ്പേ എന്നെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു തുടർച്ച എന്നുള്ള നിലക്ക് നമ്മൾ ഇന്ന് അവിടെ ഒരു പുതിയ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് നമുക്ക് ഇതിൽ വേണം, എങ്കിലേ നമുക്ക് ഇനിയും ഓരോ ദിവസവും നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഒരു വീഡിയോ എന്നുള്ള നിലക്ക് തന്നെ ഞങ്ങളിതാ കുറച്ച് വമ്പന്മാരെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അഡ്വഞ്ചേഴ്സ് കാറ്റഗറിയിൽ ഫ്രം ദി ബിഗിനിങ് ടു ദി ടോപ്പ് മോഡൽ കുറച്ച് വമ്പൻ സ്രാവുകൾ നമ്മളിതാ കൊണ്ടുവന്നിട്ടുണ്ട്. BMW GS 310 നമുക്ക് വന്നിട്ടുണ്ട്. ബെൻലി TRK നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ട്രയംഫ് ടൈഗർ XRX നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡുക്കാട്ടി മൾട്ടിസ്ട്രാഡ 1260S, മൾട്ടിസ്ട്രാഡ വേരിയന്റിൽ ഒരു ടോപ്പ് വേരിയന്റ് ആണ് 1260S. നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്കായിട്ട്. ഓരോ വണ്ടികളുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ നിങ്ങൾക്ക് ഇതിൽ തരും. നിങ്ങൾ ഓരോരുത്തർ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മൾട്ടിസ്ട്രാഡ 1260S, മൾട്ടിസ്ട്രാഡ കാറ്റഗറിയിൽ ഒരു ടോപ്പ് വേരിയന്റ് ആണ് 1260S എന്ന് പറയുന്ന ഈ മോഡല്. വോൾക്കാനോ ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ വേരിയന്റിലാണ് ഈ വണ്ടി നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഈ വണ്ടിയുടെ ഫ്രണ്ടേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് ഫീലിംഗ് തരുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഫ്രണ്ടേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഈ വണ്ടിക്ക് ഒരു ഈഗിൾ ലുക്ക് നമുക്ക് തരുന്നത് ഇതിൻ്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള DRL ലൈറ്റ്സ് തന്നെയാണ്. LED ലൈറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഒരു 3 ഡോട്ട് ഒരു സൂപ്പർ ഫീലിംഗ് ആണ് നമുക്ക് തരുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടേജിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് നമുക്കൊരു ഹ്യൂജ് ഫീലിംഗ് നമുക്ക് തരുന്നത് ഇതിൻ്റെ വൈസർ തന്നെയാണ്. ഗിവിയുടെ അഡ്ജസ്റ്റബിൾ വൈസറാണ് ഈ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈസിലി നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു വൈസറാണ് ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ആണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ബ്രെംബോയുടെ ഡുവൽ ഡിസ്ക് ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇനി ഇവോടെക്കിൻ്റെ റേഡിയേറ്റർ ഗ്രില്ല് ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ഒരു ഫോഗ് ലാമ്പ് ഈ വണ്ടിയിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഹാൻഡിലിൻ്റെ പാർട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സോട് കൂടിയിട്ടുള്ള ഒരു ഹാൻഡിൽ ഗാർഡാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ളത്. അതിനും ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലക്ക് ബാക്ക് ബട്ടേഴ്സിൻ്റെ ലിവർ ഗാർഡ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോളിക് ക്ലച്ച് ആൻഡ് ബ്രേക്സ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. അതേപോലെ തന്നെ ഈ ക്ലസ്റ്റർ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. LED TFT ഡിസ്പ്ലേ ആണ് ഈ വണ്ടിയിൽ നമുക്ക് വരുന്നത്. മൾട്ടിസ്ട്രാഡ എന്നുള്ളൊരു ലോഗോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ 4 റൈഡിംഗ് മോഡ്സ് ഈ വണ്ടിയിൽ അവൈലബിൾ ആണ്. അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് 2 ഭാഗത്തുമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ ഈ വണ്ടിയിൽ അവൈലബിൾ ആണ്. അത് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റൈഡിംഗ് മോഡ്സ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചസ് ഇവിടെ അവൈലബിൾ ആണ്. ഓരോ മോഡിനനുസരിച്ച് സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ ആവാനുള്ള ഒരു കപ്പാസിറ്റി ഈ വണ്ടിയിൽ വന്നിട്ടുണ്ട്. എൻജിൻ പാർട്ട് സൈഡിലോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ സ്ട്രെറ്റ DVT എന്നുള്ള ഒരു ലോഗോ നമുക്കിവിടെ കാണാൻ സാധിക്കും. എൻജിൻ കവറിൽ ഡുക്കാട്ടി എന്നുള്ള ഒരു ലോഗോ നമുക്കിവിടെ കാണാൻ സാധിക്കും. 1262 cc നമുക്ക് തരുന്ന എൽറ്റിൻ, ഒരു ഭീമാകാരമായ ഒരു എൽറ്റിൻ എൻജിനാണ് ഈ വണ്ടിയിൽ നമുക്ക് വരുന്നത്. ഡുവൽ എക്സോസ്റ്റ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. അതേപോലെ തന്നെ മോണോഷോക്ക് സസ്പെൻഷനാണ് വരുന്നത്. ബാക്ക് പാർട്ടിൽ ഏറ്റവും നമുക്കൊരു മെയിൻ അട്രാക്ഷൻ ആയിട്ട് വരുന്നത് സിംഗിൾ സ്വിംഗ് ആമാണ് ഈ വണ്ടിയിൽ വരുന്നത്. അത് തന്നെയാണ് ഈ വണ്ടിയുടെ ബാക്ക് സൈഡിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ. അതേപോലെ ബ്രേക്ക് ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം തന്നെ നമുക്കൊരു വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഈ വണ്ടിയിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഈ വണ്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് തന്നെയാണ്.
ഫ്രണ്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ വളരെ ഹ്യൂജ് ആയിട്ട് നമുക്ക് ഈ വണ്ടി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും വളരെ നിസ്സാരമായിട്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാം ഈ വണ്ടിയുടെ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കാണാം. അത് ഈസി ആയിട്ട് നമുക്ക് കാല് തറയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രൂപത്തിലാണ് ഈ വണ്ടിയുടെ സീറ്റിംഗ് ഷേപ്പ് ചെയ്തിട്ടുള്ളത്. മൾട്ടി സ്ട്രാഡ എന്നുള്ളൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ബ്രാൻഡിങ് ലോഗോ ഇതിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ട് വരുന്ന സീറ്റ്സ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. സോ 2018 മാനുഫാക്ചർ 2020 രജിസ്റ്റേർഡ് ആയ ഈ വണ്ടി ഓടിയിട്ടുള്ളത് 29,000 കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓൺഷിപ്പിലാണ് ഈ വണ്ടി വരുന്നത്. സോ ഫൈനലി ഈ വണ്ടിയുടെ പ്രൈസിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് 14.5 14.5 ലക്ഷം രൂപയാണ് ഈ വണ്ടിയുടെ പ്രൈസിങ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വണ്ടി കറൻ്റ്ലി നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ്. നിങ്ങൾ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി കാണാം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അടുത്തായിട്ട് നമ്മൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബ്രിട്ടീഷ് ബ്രാൻഡായ ട്രയംഫിൻ്റെ ടൈഗർ XRX എന്ന് പറഞ്ഞ മോഡലാണ്. ടൈഗർ XRX. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡുവൽ ഹാലജൻ ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. അതേപോലെ സപ്പോർട്ടീവായിട്ട് ഫോഗ് ലാംപ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിൻഷീൽഡ് വണ്ടിയിൽ വരുന്നുണ്ട്. പിന്നെ ബ്രേക്കിംഗ് സിസ്റ്റം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡുവൽ ഡിസ്ക്കാണ് വണ്ടിയിൽ വരുന്നത്. വളരെ അട്രാക്റ്റീവ് ആയിട്ട് വരുന്ന ഒരു ആഷ് കളർ ഓറഞ്ച് കോമ്പിനേഷനിലാണ് വണ്ടി വരുന്നത്. അത് കാണാൻ തന്നെ ഭയങ്കര ഒരു അട്രാക്റ്റീവ് ആണ് ആ ഓറഞ്ച് ഷെയ്ഡ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ക്രാഷ് ഗാർഡ്സ് അവൈലബിൾ ആണ്. സോ പ്രൊട്ടക്ഷൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ പാർട്ടിൽ നമുക്ക് ഹാൻഡിൽ ഗാർഡ്സും അതോടൊപ്പം തന്നെ ബാക്ക് ബസ്റ്റേഴ്സിൻ്റെ ലിവർ ഗാർഡും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു മൊബൈൽ ഹോൾഡർ നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ വണ്ടിയുടെ എൻജിൻ പാർട്ടിലേക്ക് നമുക്ക് വരുമ്പോൾ 800cc പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 സിലിണ്ടർ എഞ്ചിനാണ് ഈ വണ്ടിയിൽ വരുന്നത്. എൻജിൻ കവറിൽ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ട്രയംഫിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോഗോ, എന്നാൽ വളരെ അട്രാക്റ്റീവ് ആണ്, ഒരു ലോഗോ നമുക്ക് വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് വണ്ടിയുടെ സീറ്റിംഗ് പൊസിഷൻ വരുന്നത് ടൈഗറിൻ്റെ തന്നെ റാലി എഡിഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചും കൂടി ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് ടൈഗർ XRX എന്ന് പറഞ്ഞൊരു മോഡൽ. ഹൈറ്റ് കുറഞ്ഞ ആളുകൾക്കും കുറച്ചും കൂടി ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ് XRX. പിന്നീട് അത് കഴിഞ്ഞ് നമ്മുടെ എക്സോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആരോടെ എക്സോസ്റ്റ് ആണ് നമ്മൾ ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. പറയേ വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സോ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ 2016 മാനുഫാക്ചർ 2017 രജിസ്റ്റേർഡ് വണ്ടിയാണ് ഈ വണ്ടി വരുന്നത്. 36,000 കിലോമീറ്റേഴ്സാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. സോ ഈ വണ്ടിയുടെ പ്രൈസിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് 8.60 8,60,000 രൂപയാണ് ഈ വണ്ടിയുടെ പ്രൈസിങ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വണ്ടി ഷോറൂം കറൻ്റ്ലി അവൈലബിൾ ആണ്. നിങ്ങൾ ഷോറൂം വിസിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം, വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബെനലി TRK 502X. ഒരു 500 കാറ്റഗറിയിൽ ട്വിൻ സിലിണ്ടർ വരുന്ന ബൈക്കുകളിൽ ഈ 502Xൻ്റെ അത്രയും നമുക്ക് ഒരു ഫീല്, അത്രയും ഒരു റൈഡിങ് ഫീലും അത്രയും റൈഡിങ് കംഫർട്ടും തരുന്ന വണ്ടി ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് വേറെ അവൈലബിൾ ആയിട്ടില്ല. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലുക്ക് തരുന്ന വണ്ടിയാണ് 502X. നമുക്കറിയാം, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു റെഡ് വേരിയൻ്റ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത്. ഈ വണ്ടിയുടെ ഫ്രണ്ടേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് വൈസർ നമുക്ക് വണ്ടിയിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വിൻ പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു വൈസർ തന്നെയാണ് നമുക്ക് ഇതിൽ വരുന്നത്. അതേപോലെ ഹെഡ്ലൈറ്റ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്യുവൽ ലുക്കിലാണ് ഹെഡ്ലൈറ്റ്സ് വരുന്നത്. ഹാലജൻ ലൈറ്റ്സ് ആണ് ഈ വണ്ടിയിൽ വരുന്നത്. അതേപോലെ കുറച്ച് താഴ്ഭാഗത്തായിട്ടാണെന്നുണ്ടെങ്കിൽ LED സ്ട്രൈപ്സ് ആണ് DRL ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഫ്രണ്ടേജിൽ നമുക്ക് കാര്യമായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഡുവൽ ഡിസ്ക് ബ്രേക്കിംഗ് സിസ്റ്റം ആണ് ഇതിൽ വരുന്നത്. ബെല്ലിയുടെ തന്നെ ബ്രേക്കിംഗ് സിസ്റ്റമാണ് നമുക്ക് ഇതിൽ വരുന്നത്. ഹാൻഡിലിൻ്റെ പാർട്ടിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ഗാർഡ് ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അതുപോലെ തന്നെ TRK എന്ന് പറയുന്ന ഒരു ലോഗോ വരുന്ന ലിവർ ഗാർഡ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അഡ്വഞ്ചർ ബൈക്ക് ആകുമ്പോൾ നമ്മൾ സേഫ്റ്റി നമുക്ക് ഏറ്റവും പ്രധാനമാണ്. നമുക്കൊന്ന് വണ്ടി താഴെ വീണ് കഴിഞ്ഞാലും വണ്ടിക്ക് യാതൊരു
പരിക്കുകളും പറ്റാതിരിക്കാൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് നല്ലൊരു ക്രാഷ് ഗാർഡ് ഇതിൽ ഇൻസ്റ്റാൾഡ് ആണ്. അപ്പോൾ ഈ വണ്ടിയുടെ എൻജിൻ പാർട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ 502 cc പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡുവൽ സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. എൻജിൻ കവറിലാണെന്നുണ്ടെങ്കിൽ ബെൻലി GT എൻജിൻ എന്നുള്ളൊരു ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അതുപോലെ ഇനി ബാക്ക് സൈഡിൽ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് ഇതിൽ വരുന്നുണ്ട്. ബെൻലിയുടെ എക്സോസ്റ്റ് നമുക്കറിയാം, ബെൻലിനെ മറ്റു വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ബെൻലിയുടെ സൗണ്ട് വളരെ വ്യത്യസ്തമായ സൗണ്ടാണ് ബെൻലിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അട്രാക്റ്റീവ് ആയിട്ടുള്ള അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ് നമുക്ക് ബാക്കിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ സാഡിൽ സ്റ്റാൻഡ് ഓൾറെഡി ഇൻബിൽഡ് ആണ് ഈ വണ്ടിയിൽ. സോ മോഡല് 11,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പിൽ വരുന്ന വണ്ടിയാണിത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വളരെ നീറ്റ് കണ്ടീഷനിലുള്ള വണ്ടിയാണ്. ഈ വണ്ടിയുടെ പ്രൈസിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് 6,20,000 രൂപയാണ് ഈ വണ്ടിയുടെ പ്രൈസിങ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ IT റിട്ടേൺസ് ഒക്കെ ചെയ്യുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% അതിന് മുകളിൽ വരെ ലോൺ കിട്ടാൻ ചാൻസ് ഇതിലുണ്ട്. ജർമ്മൻ ബ്രാൻഡായ BMW, അതിൽ തന്നെ അഡ്വഞ്ചർ കാറ്റഗറിയിൽ നിങ്ങൾക്ക് നല്ലൊരു ബിഗിനിങ് തരുന്ന ഒരു വണ്ടിയാണ് GS 310. ഇപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ ഈ അഡ്വഞ്ചർ കാറ്റഗറിയിൽ GSൻ്റെ തന്നെ 1250 വണ്ടിയൊക്കെ ടോപ്പ് മോഡൽസ് ഒക്കെയാണ് നിങ്ങളുടെ ഒരു ഡ്രീം ബൈക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഒരു നല്ലൊരു തുടക്കം സ്റ്റാർട്ടപ്പ് തരുന്ന വണ്ടിയാണ് BMW GS 310. അപ്പോൾ ഈ BMW GS 310 നമുക്ക് വന്നിട്ടുള്ളത് ഒരു ഫുള്ളി ലോഡഡ് വണ്ടി തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വണ്ടിയുടെ ഫ്രണ്ടേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ DRL നമുക്ക് വരുന്നുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു വിൻഷീൽഡ് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ ക്രാഷ് ഗാർഡ്സ് ആണെന്നുണ്ടെങ്കിലും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ലിവർ ഗാർഡ്സ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഈ വണ്ടിയിൽ നമുക്ക് ലോഡഡ് ആണ്. BS6 വേരിയന്റിൽ റാലി എഡിഷനിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. ഈ വണ്ടിയുടെ എൻജിൻ പാർട്ടിലോട്ട് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ കവറിൽ BMW എന്നുള്ള ഒരു ബാഡ്ജി നമുക്ക് കാണാം. GS എന്നുള്ളൊരു ലോഗോ കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. ബാക്കിൽ നമുക്ക് ടൂറിങ്ങിനായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പ് ബോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി തരുന്ന വണ്ടി തന്നെയാണ് BMW GS 310. മോണോഷോക്ക് സസ്പെൻഷനാണ് നമുക്ക് വണ്ടിയിൽ വരുന്നത്. സോ 2021 മോഡല് 6,000 കിലോമീറ്റേഴ്സ് മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓൺഷിപ്പ് ഉള്ള വണ്ടിയാണ് ഇപ്പോൾ നമ്മളിത് സ്റ്റോക്കിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഈ വണ്ടിയുടെ പ്രൈസിങ് നമ്മൾ ചെയ്തിട്ടുള്ളത് 3,50,000 രൂപയാണ് ഈ വണ്ടിയുടെ പ്രൈസിങ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വണ്ടി ഷോറൂമിൽ അവൈലബിൾ ആണ്. വളരെ നീറ്റ് കണ്ടീഷനിലുള്ള വളരെ ലോ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വണ്ടി നിങ്ങൾക്ക് ഷോറൂമിൽ വരാം, ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം, ഈ വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. സോ ഗൈസ്, ഇന്ന് ഈ വീഡിയോ നമ്മളിതവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓരോ വണ്ടികളായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഷോറൂമിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ്, കോൺടാക്ട്സ് എല്ലാം ഞാൻ എൻ്റെ ബയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വണ്ടിയിൽ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഷോറൂം വിസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഷോറൂം വിസിറ്റ് ചെയ്യുക. സ്റ്റോക്ക് അവൈലബിലിറ്റി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നമ്മുടെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനലിനെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കുക. ഇനിയും നമുക്ക് മുമ്പോട്ട് പോകേണ്ടതുണ്ട്. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.